അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അയിലക്കറിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം അപ്ലോഡ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് പച്ചരി വെച്ചിട്ടുള്ള ഓട്ടടൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടേന്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ, അരിപ്പൊടി വെച്ചിട്ട് ഓട്ടട ഉണ്ടാക്കാൻ പറ്റുമോ, അതിൻ്റെ റെസിപ്പി ഒന്ന് പിന്നെ ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം. പിന്നെ ഓട്ടടയ്ക്ക് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാൽക്ക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്തേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഓട്ടടയ്ക്ക് ഇതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് പുതിർത്തി കഴിക്കാൻ. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ വേഗം നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. വേഗം പോയി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കാര്യമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല ഇനി കഴുകാൻ, കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ ഇനി. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ ഞാനിതാ വേഗം അരിയൊക്കെ എടുത്തിട്ട് അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിന് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നല്ല വേജാറ്, നമുക്ക് എന്താണെന്ന് കറി ഉണ്ടാക്കുക, എന്താണ് ഉപ്പേരി ഉണ്ടാക്കുക, എന്താണ് ചോറിന് സൈഡായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു വിചാരിക്കാറില്ല നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ പിന്നെ ഫ്രിഡ്ജിൽ പച്ചക്കറികളൊന്നും ഇല്ല കറി വെക്കാനൊന്നും നോക്കിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മീൻകാരൻ വരാനായിട്ടുണ്ട്, മീൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മേലത്തെ മുറ്റൊക്കെ അടിച്ചു വരി വന്നപ്പോൾ തന്നെ ഇതാ മീൻകാരൻ വന്നിട്ടുണ്ടേന്. അപ്പോൾ നമുക്കിന്ന് അയിലമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതായിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേഗം പുറത്ത് പോയിട്ട് മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. മീൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു വാഴൻ്റെലിയിൽ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിൻ്റെ വാൽ കഷ്ണം എടുത്തിട്ട് പൊരിക്കാനും പിന്നെ എടുത്തു വെച്ചു. ബാക്കിയുള്ളത് തലഭാഗമൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ വേഗം മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. സാധാ മസാലയാണ് കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് സുർക്കയും ഇട്ടിട്ടാണ് കേട്ടോ മസാല റെഡിയാക്കിയത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേനും. അപ്പോൾ സിമ്പിളായിട്ടുള്ള മീൻ ഫ്രൈ ആണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ മീനിൻ്റെ ഈ പനഞ്ഞുണ്ടാവില്ലേ മീനിൻ്റെ മുട്ട, അത് കുറച്ചുണ്ടായിന് കേട്ടോ അതിൽ. അപ്പോൾ അതും മസാലയൊക്കെ തേച്ച് പൊരിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കറിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം. ഞാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് അധികം കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2 നേരത്തിനും കൂടെ ഒക്കെ ആയിട്ട് അധികം കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ആണ് കേട്ടോ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ച തേങ്ങയും മസാലപ്പൊടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അത്. എത്ര എളുപ്പം കൊണ്ട് ഉണ്ടാക്കാമെന്നറിയോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതൊക്കെ മിക്സിൻ്റെ ജാർക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങയൊക്കെ എടുക്കുമ്പം ജാർക്ക് തന്നെ തേങ്ങ ഇട്ടിട്ട് പിന്നെ അതിക്ക് മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റൊക്കെ എടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ 2 പണിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് കാണിച്ചു തരണ്ടേ. നമ്മൾ റെസിപ്പീസൊക്കെ ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന കണക്കൊക്കെ ശരിക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്ലേറ്റിക്കൊക്കെ എടുത്ത് കാണിച്ചത്. ഇനി ഇതാ പ്ലേറ്റിക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ അടുപ്പത്താണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ മണ്ണിൻ്റെ ചട്ടിക്ക് ഇതാ ഞാൻ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മീനിൽ മസാലയൊക്കെ തേച്ചപ്പം ആ ഒരു പാത്രത്തിൽ കുറച്ച് മീനിൻ്റെ മസാല ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഒന്നും വേസ്റ്റാക്കി കളയണ്ടല്ലോ. അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ നമ്മളെ പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുടംപുളി ഇല്ലെങ്കിൽ നമ്മൾ വാളംപുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ മീൻ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക ഇങ്ങനത്തെ കുടംപുളി ചേർക്കുമ്പോഴാണല്ലേ. അപ്പോൾ അതില്ലെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കുക, കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനിയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. ചോറൊക്കെ വെന്ത് ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ നല്ല തീയുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കുമല്ലോ. തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ കറി തിളക്കാൻ പാടില്ല എന്ന് പറയില്ലേ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കും. പക്ഷേ ഇതേപോലെ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് പിന്നെ ഇതേപോലെ കറി തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കറി പിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂല. നമ്മളിതിൻ്റെ കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തിളപ്പിച്ചെടുക്കണേന്. അപ്പോൾ കറി ഇതേപോലെ നല്ലോണം തിളക്കണം. അപ്പോഴുള്ളൂ നമ്മൾ ചേർത്ത് കൊടുത്ത ആ മസാലപ്പൊടിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കറിക്ക് നല്ലോണം ഇറങ്ങുള്ളൂ. അതേപോലെ ആ പൊടികളെ പച്ചമണമൊക്കെ മാറി വരണ്ടേ. അപ്പോൾ നമ്മൾ കറി ഇതാ നല്ലോണം തിളക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ അടച്ചു വെച്ച അടപ്പൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടച്ചു വെക്കുമ്പം ആ കറി തിളച്ചിട്ട് പുറത്തേക്ക് പോവും. അപ്പോൾ അടപ്പ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം ഒന്ന്. എന്നിട്ട് ഇങ്ങനെ നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അയില മീനിൻ്റെ തലക്കഷ്ണങ്ങളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മീൻ തലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് മീനാണോ ഉള്ളത് ഉള്ള മീൻ വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കട്ടോ. മത്തി വെച്ചിട്ടോ അയില വെച്ചിട്ടോ കഷ്ണമീൻ വെച്ചിട്ടോ നമ്മളെ കയ്യിലുള്ള പിന്നെ മീൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കണം. ഇനി അടച്ചു വെച്ച് വേവിക്കട്ടോ. ഇനി തിളച്ച് ചിന്തൊന്നുമില്ല. പിന്നെ മീൻ കറിക്ക് മീൻ ഇട്ട് കൊടുത്ത ശേഷം കുറേ പ്രാവശ്യം കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പം ആ മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മീൻ കറിയിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായതുകൊണ്ട് മീനിനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ നല്ലോണം അതിൽ കടന്നിട്ട് മുങ്ങി തിളച്ച് അങ്ങനെ വെന്തോളും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെ മീൻ കറി കുറച്ച് ലൂസായിട്ടാണ് ഇട്ടുള്ളത്. അതിനിപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാലും ആ ഒരു ചൂടിൽ കടന്നിട്ട് അങ്ങനെ കുറച്ച് തിന്ന് വറ്റും. അപ്പോൾ എന്താ പറയുക കറിയൊക്കെ പാകത്തിനുള്ള പിന്നെ കറിയൊക്കെ ആവും കേട്ടോ. പാകത്തിനുള്ള കറിയല്ല, പാകത്തിന് തിക്കായിട്ടുള്ള കറിയൊക്കെ ആവും. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു അടുപ്പിൽ വേഗം നമ്മളെ പിന്നെ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ഇൻഡസ്വാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൽ മീൻ പൊരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അത് ചൂടാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേന് കറി പിന്നെ കടുക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ അവിടെ വന്നിട്ട് ഗ്യാസ്മിൽ പിന്നെ ഒരു ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടേനും അതും ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെയും കുറച്ച് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി അവിടെ തൂമിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കറി തൂമിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചു വെക്കണം. എന്നാലുള്ളൂ ആ തൂമിച്ച പിന്നെ ഉള്ളിൻ്റെയും പിന്നെ ഉലുവൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ ആ കറിക്ക് ഇറങ്ങി പോവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് കൂടെ പോകും കേട്ടോ. അപ്പോൾ കറിയൊക്കെ അവിടെ അടച്ചു വെച്ച് പിന്നെ ഇതാ വന്നപ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ലോണം ചൂടായിട്ടുണ്ടേന്. അപ്പോൾ അതിക്ക് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ മീനൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിൻ്റെ ചുറ്റുഭാഗം നല്ലോണം തീ കത്തണം കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ എന്താ ചൂട് കുറവുള്ള സ്ഥലത്ത് മീൻ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചത് കാണാനും ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ തോല് പൊളിഞ്ഞാവുമ്പം അതിലെ മസാലയും കാര്യങ്ങളൊക്കെ അതിൽ പുറത്ത് പോയിട്ടും ഉണ്ടാവും.
അപ്പോൾ മീനൊക്കെ പൊരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മീനൊക്കെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചപ്പം ഒരു മീൻ ബാക്കിയുണ്ടായിന് കേട്ടോ. അതിനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുത്തി കൊള്ളിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്യാപ്പും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ അകത്ത് വന്ന് നമ്മളെ മീൻ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ല അടിപൊളിയാക്കണം കേട്ടോ മീൻ കറി. അപ്പോൾ ഈ ഒരു മീൻ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിൻ്റെ, അപ്പത്തിൻ്റെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കറി കുറച്ച് ലൂസായിട്ടല്ലേ ഇനിയോ, ഇപ്പോൾ കറി കുറച്ച് തിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ അടച്ചു വെച്ചു. പിന്നെ അതാ നമ്മളെ മീനൊക്കെ വന്ന് നോക്കിയപ്പോൾ മീനൊക്കെ പിന്നെ താഴ്ഭാഗമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പം കുത്തി കൊള്ളിച്ചിട്ട് കൊടുക്കും കേട്ടോ ഞാൻ. ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. ശരിക്കും ഒരു 4 5 ഒക്കെ ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ പെട്ടെന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും. പിന്നെ ഇത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല തിരിച്ചിട്ട് കൊടുക്കാൻ. ഇത് പിന്നെ അതിലെത്ര കൊള്ളുമെന്ന് വെച്ചാൽ അത്രയും മീൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഗതികേടാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു. കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു മീനും കൂടെ പൊരിച്ചെടുക്കാണ്ടേന്. അതും കൂടെ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അത് കൂടെ പൊരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതുപോലത്തെ ഒരു അയൺ കാസ്റ്റിൻ്റെ ഫ്രൈ പാൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗമാണ് കേട്ടോ വീട്ടമ്മമാർക്ക് കിച്ചണിൽ. ഈ ഒരു ഫ്രൈ പാന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും, ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനും, മീൻ ഫ്രൈ ചെയ്തെടുക്കാനും, അതേപോലെ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനും എന്ത് വേണമെങ്കിലും ഈ ഒരു പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ മീൻ പൊരിച്ച ചട്ടിയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പം അങ്ങനെ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അയൺ കാസ്റ്റിൻ്റെ ഫ്രൈ പാൻ ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത് പിന്നെ ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുരുമ്പും കാര്യങ്ങളൊന്നും വരില്ല. ഒരുപാട് കാലം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇതിൽ ഉണ്ടാക്കാം. പിന്നെ ഞാനിത് ഡെയിലി വീഡിയോയിൽ കാണിക്കണതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫ്രൈ പാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. വാങ്ങിക്കുമ്പോൾ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. നമ്മൾ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.